ഇന്നലെ നരേന്ദ്രമോദി അർദ്ധരാത്രി ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലുമായിട്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു. അത് ഒരു സാധാരണ വീഡിയോകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് എല്ലാവർക്കും തോന്നിയത്. അങ്ങനെ നിങ്ങൾക്ക് തോന്നിയോ? ഇതിനു മുമ്പ് മോദിയുടെ വീഡിയോയിൽ അല്ലെങ്കിൽ മറ്റ് പൊളിറ്റീഷ്യൻസ് എല്ലാവരും ഇടുന്ന വീഡിയോ കാട്ടി ഒരു വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിരുന്നു, ആ ഒരു വ്യത്യസ്തമായ ക്യാമറ ആംഗിൾ ആയിരുന്നു നരേന്ദ്രമോദി ഇന്നലെ ഉപയോഗിച്ചത്. എന്തിനാണ് ഇങ്ങനെ ഒരു ആംഗിൾ? ജൻസികളുടെ തറവാടായ ഇൻസ്റ്റയിൽ മോദി വീഡിയോ ചെയ്തപ്പോൾ അദ്ദേഹം ഇരുന്ന പൊസിഷൻ നോക്കുക. കാരണം ഓരോരുത്തരിലേക്കും ഐ കോണ്ടാക്ട് കിട്ടുന്ന തരത്തിലാണ് മോദി ഫോക്കസ് ചെയ്തത്. സാധാരണഗതിയിൽ മോദി മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോഴോ മോദിയുടെ ഫുൾ ആംഗിൾ കിട്ടും, ക്യാമറ വൈഡ് ആംഗിളിലായിരിക്കും വയ്ക്കുന്നത്. പക്ഷേ മോദിയുടെ മുഖം മാത്രമായിരുന്നു കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്ത് വെച്ചത്. അഥവാ കാഴ്ചക്കാർക്ക് അത് ഫീൽ ചെയ്യും, അതായത് മോദി നമ്മളോട് എന്തോ വൈകാരികമായി സംസാരിക്കുന്നു, എന്തോ ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കുന്നുവെന്ന്. എന്തുകൊണ്ട് മോദി അർദ്ധരാത്രി ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ലൈവ് ഇട്ടു എന്ന് ചോദിച്ചാൽ, ജൻസികൾ കൂടുതലായി ഉപയോഗിക്കുന്നത് ഫേസ്ബുക്കും വാട്സപ്പും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമും ഒക്കെ അവർ കൂടുതലായി ഉപയോഗിക്കുന്നത് രാത്രിയിലാണ്, അർദ്ധരാത്രിയിലാണ്. അത് മോദിക്ക് കൃത്യമായി തന്നെ അറിയാം. സംസാരം തന്നെ തുടങ്ങിയത് മേരെ പ്യാരെ ദേശവാസിയോം എന്നൊന്നും പറഞ്ഞുകൊണ്ടല്ല. അവിടെയും ഒരു വ്യത്യസ്തമായ ഒരു ട്രാക്ക് മോദി പിടിച്ചു. ഹലോ സുഹൃത്തുക്കളെ എന്ന് വിളിച്ചാണ്. അതാണെങ്കിലോ പാതിരാത്രി 12 മണിക്ക്. അതാണ് വീഡിയോ പോസ്റ്റ് ചെയ്തത്. അതും വെറും മിനിറ്റുകൾക്കുള്ളിൽ, വെറും സെക്കൻഡുകൾക്കുള്ളിൽ 133 മില്യൺ കാഴ്ചക്കാർ, അഥവാ 13 കോടിക്ക് മുകളിൽ കാഴ്ചക്കാർ സോഷ്യൽ മീഡിയ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാവുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഫ്ലുവൻസറെ തോൽപ്പിക്കാൻ നിങ്ങളുടെ കയ്യിലുള്ള ആയുധങ്ങൾ മതിയാവില്ല എന്നത് ഇന്നലെ മോദി തന്നെ തെളിയിച്ചു. ഒരു ഇൻഫ്ലുവൻസർമാർ തല പുകഞ്ഞ് ആലോചിച്ചിട്ടായിരിക്കും ഒരു വീഡിയോ അവർ 1 ലക്ഷം അല്ലെങ്കിൽ മില്യൺ വ്യൂസിലേക്ക് എത്തിക്കുന്നത്. പക്ഷേ മിനിറ്റുകൾക്കുള്ളിൽ, സെക്കൻഡുകൾക്കുള്ളിൽ മോദിയുടെ ഒരൊറ്റ സംഭാഷണം തന്നെ ആ വീഡിയോ 13 കോടി ആളുകളുടെ അടുത്തേക്ക് എത്തിയെങ്കിൽ, ഡൽഹിയിൽ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ജൻസികൾ ഒരു കലാപമൊക്കെ അഴിച്ചുവിടുന്നുണ്ട്, പ്രക്ഷോഭമൊക്കെ നടത്തുന്നുണ്ടെങ്കിലും അവർക്കിപ്പോഴും നരേന്ദ്രമോദിയിൽ വലിയ വിശ്വാസമാണ്. മോദി എന്ത് പറയുന്നുവെന്ന് അവർ കാതോർത്ത് ഇരിക്കുകയാണ്. പപ്പു ഇരുന്ന് കരഞ്ഞു മെഴുകിയതും ഇത് തന്നെയാണ്. കാരണം പപ്പുവിന്റെ സകല ട്രാക്കുകളും മോദി ഇന്നലെ അടിച്ച് തകർത്തു. സോനം വാങ്ചുക് രാത്രിയോടെ മോദി പറഞ്ഞത് ഞാൻ സ്വീകരിക്കുന്നു, മോദി പറഞ്ഞതിൽ ആത്മാർത്ഥതയുണ്ട്, ഞാൻ എന്റെ സത്യാഗ്രഹം അവസാനിപ്പിക്കുന്നു, രാഹുൽ ഗാന്ധി ഗജ ഫ്രോഡ് ആണെന്ന് വരെ സോനം വാങ്ചുക് പറയാതെ പറഞ്ഞൊരു സംഭവം അവിടെ ഉണ്ടായി. പാതിരാത്രി വീഡിയോ ചെയ്തത് ജൻസിയെ പരിഹരിക്കാനാണെന്നാണ് ഈ മരമണ്ണൻ രാഹുൽ ഗാന്ധി പറയുന്നത്. അതാണല്ലോ 133 മില്യൺ വ്യൂസ് ആ ഒറ്റ സെക്കൻഡ് കൊണ്ട് ആ വീഡിയോക്ക് ലഭിച്ചത്. രാജ്യത്തെ ജൻസികൾ ഇപ്പോഴും ആക്റ്റീവ് ആകുന്നത് മോദിക്ക് ഇനി ഏത് സമയത്താണെന്ന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യവുമില്ല. അത് പപ്പുവിന് അറിഞ്ഞൂടാ, പക്ഷേ നരേന്ദ്രമോദിക്ക് നന്നായി അറിയാം. ഇത്രയും സംവിധാനങ്ങൾ കയ്യിലുള്ള പ്രധാനമന്ത്രിക്ക് അറിയില്ലേ? നീ വല്ല പട്ടായയിലും പോയി പൊട്ടൻ കളിക്കടാ രാഹുൽ ഗാന്ധി എന്ന് ഇപ്പോൾ സോഷ്യൽ മീഡിയ തന്നെ പറയുകയാണ്.